പത്തനംതിട്ടയിലേക്ക് പോയാൽ പ്രവീൺ, പത്തനംതിട്ടയിൽ എന്താണ് അവസ്ഥ? റോഷ്നി, പത്തനംതിട്ടയിൽ ഇപ്പോൾ മഴ മാറി നിൽക്കുന്നൊരവസ്ഥയാണ്. രാത്രിയിലും മഴയുടെ ശക്തി കുറവായിരുന്നു. പക്ഷേ ജില്ലാ ഭരണകൂടം ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കക്കി ഡാമിൽ നീല മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജാഗ്രത പാലിക്കണമെന്നുള്ള നിർദ്ദേശം ജില്ലാ കളക്ടർ നൽകിയിട്ടുണ്ട്. പമ്പ, അച്ചൻകോവിൽ, കക്കാട് നദികളിൽ ജലനിരപ്പ് ഉയർന്നു നിൽക്കുകയാണ്. ശക്തമായിട്ടുള്ള മഴയെ തുടർന്നാണ് കക്കി ആനത്തോട് ഡാമിലെ ജലനിരപ്പ് ഇപ്പോൾ നീല മുന്നറിയിപ്പ് നിലയായിട്ടുള്ള 973.36 മീറ്ററിൽ എത്തിയത്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ പമ്പ നദിയുടെയും കക്കാട് നദിയുടെയും ഇരു കരകളിലും താമസിക്കുന്നവരും പൊതുജനങ്ങളും ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഡാമിലെ ജലനിരപ്പ് ഓറഞ്ച് മുന്നറിയിപ്പ് നിലയായ 974.36 മീറ്ററിലെത്തിയാൽ പൊതുജനങ്ങൾക്കും ജനപ്രതിനിധികൾക്കുമൊക്കെ അറിയിപ്പ് നൽകുമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുണ്ട്. ചുവപ്പ് മുന്നറിയിപ്പ് നിലയായിട്ടുള്ള 974.86 മീറ്ററിലെത്തിയാൽ മാത്രമായിരിക്കും താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവരെ പൂർണ്ണമായും ഒഴിപ്പിച്ച് ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റുക. ജില്ലയിൽ ഇപ്പോൾ തന്നെ 3 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. തിരുവല്ല താലൂക്കിലാണ് ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നത്. അത് അപ്പർ കുട്ടനാട് മേഖലയാണ്. കുറ്റപ്പുഴ വില്ലേജിൽ 35-ാം നമ്പർ അംഗൻവാടിയിലെ ക്യാമ്പ് ഇപ്പോൾ തിരുമൂലപുരം SND സ്കൂളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതുപോലെ മുത്തൂർ സർക്കാർ LPSലും കവിയൂർ പടിഞ്ഞാറ്റുംശ്ശേരി സർക്കാർ LP സ്കൂളിലുമാണ് മറ്റ് 2 ക്യാമ്പുകൾ ഇപ്പോൾ നിലവിൽ പ്രവർത്തിക്കുന്നത്. 14 കുടുംബങ്ങളിലായി 20 പുരുഷന്മാരെയും 22 സ്ത്രീകളെയും 11 കുട്ടികളെയും ഉൾപ്പെടെ 53 പേരെയാണ് ക്യാമ്പിലേക്ക് മാറ്റിയിട്ടുള്ളത്. ഇപ്പോൾ ഏതായാലും മഴയുടെ ശക്തി അല്പം കുറഞ്ഞു നിൽക്കുകയാണ്. അതുപോലെ അപ്പർ കുട്ടനാട് മേഖലയിൽ വെള്ളപ്പൊക്ക ഭീതിയുണ്ട്. അവിടെ കഴിഞ്ഞ 1.5 മാസത്തിനിടെ ഉണ്ടായിട്ടുള്ള 3 വെള്ളപ്പൊക്കങ്ങൾ, അവിടെ ആ 1.5 മാസത്തിനുള്ളിൽ 3 പ്രാവശ്യം വെള്ളത്തിൻ്റെ അളവ് ഉയർന്നിട്ടുണ്ട്. ഇപ്പോൾ 4ാമത് ഒരു പ്രാവശ്യം കൂടി വെള്ളം ഉയരുമോ എന്നൊരു ഭീതി അപ്പർ കുട്ടനാട് പ്രദേശവാസികൾക്കുണ്ട്. തിരുവല്ല നഗരസഭയിൽ ഉൾപ്പെടുന്ന തിരുമൂലപുരത്തെ മംഗലശ്ശേരി, അടുമ്പട, ആറ്റുമാലി, ഞവനാക്കുഴി, പെരിങ്ങര, കടപ്ര, നിരണം എന്നീ പഞ്ചായത്തുകളിലെ വിവിധ പ്രദേശങ്ങളിലാണ് ഇപ്പോൾ തന്നെ വെള്ളപ്പൊക്ക ഭീഷണി ഉള്ളത്. ആ പ്രദേശത്തുകൂടി ഒഴുകുന്ന പമ്പ, മണിമല നദികളിലെ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. തിരുവല്ല അമ്പലപ്പുഴ സംസ്ഥാന പാതയിൽ നെടുമ്പ്രം തോട്ടടിപ്പടിയിൽ റോഡിലേക്ക് വെള്ളം കയറി തുടങ്ങിയിട്ടുണ്ട്. പെരിങ്ങര, നെടുമ്പ്രം, നിരണം എന്നീ പഞ്ചായത്തുകളിലെ ഒട്ടുമിക്ക റോഡുകളിലും ഗതാഗതം തടസ്സപ്പെടാനുള്ളൊരു സാഹചര്യം ഉണ്ട്. ഏതായാലും നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ മഴയുടെ ശക്തി കുറഞ്ഞു നിൽക്കുന്നു. അച്ചൻകോവിൽ നദിയിലും പമ്പ നദിയിലും എന്നുള്ളത് ആശ്വാസം തന്നെയാണ്. എന്തായാലും പ്രവീൺ പറഞ്ഞ ഇടങ്ങളിലുള്ളവർ, പത്തനംതിട്ടയിലുള്ളവർ ഈ വിവരങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് കരുതുകയാണ്.